മോർണിംഗ് ഓൾ. നമുക്കിന്ന് ഇൻട്രാഡേക്ക് പറ്റിയ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡിനോ പൊസിഷണൽ ട്രേഡിനോ പറ്റിയ ഒരു സെറ്റപ്പ് കണ്ടു. അതിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റോക്കിൻ്റെ പേര് IRCTC എന്നാണ്. അപ്പം ഞാൻ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാനായിട്ടുള്ള റീസൺ ആദ്യമായിട്ട് പറയാം. നമുക്ക് നോക്കാം. ഈ ഒരു ചാർട്ട് ഇത് ഡേ ക്യാൻഡിലിൽ ഇട്ടിരിക്കുന്ന ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. ഇതിൽ നോക്കുമ്പോൾ നമുക്കൊരു ബ്രേക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബ്രേക്ക് ഔട്ട് ഏതാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ്സ് എ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്ന പോയിന്റ് 822 ആണ്. 822 ബ്രേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിനെ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്നത് 858നെ IRCTC എപ്പോൾ ക്രോസ് ചെയ്യുന്നോ, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രാഡേ. അതുപോലെ ഹയർ ടാർഗറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് ഇവിടെ ഓൾറെഡി മാർക്ക്ഡ് ആണ്. പിന്നെ നമുക്ക് ബോഡിയുടെ ഹൈറ്റ് ഇത് ഒരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് മൈറ്റ് ബി 888. ബട്ട് യൂഷ്വലി നമ്മൾ ഇൻട്രാഡേ എടുക്കുമ്പോൾ എപ്പോഴും എക്സ്പേർട്സ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമലി സേഫായിട്ട് നമുക്കൊരു എക്സിറ്റ് എടുക്കാൻ പറ്റുന്നത് 1% മൂവിലാണ്. 1% മൂവാണ് ഇൻട്രാഡേയുടെ ഒരു ടാർഗറ്റായിട്ട് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1% മൂവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 858 നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 8 പോയിൻറ്റ്സ് എബവ് നമുക്ക് ഒരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്ത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇൻട്രാഡേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്കുള്ള ചാർട്ട്സ് കൺസിഡർ ചെയ്യണം. നമുക്ക് 1 hour ചാർട്ട്സ് ഒബ്സർവ് ചെയ്യാം. 1 hour ചാർട്ടിൽ നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. RSI എബവ് 70 ഉണ്ട്, 74 ഉണ്ട് RSI. 1 hour ചാർട്ടിലും നല്ലൊരു പൊസിഷനായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം. 15 മിനിറ്റിലും നമുക്ക് RSI 74 കാണാനായിട്ട് സാധിക്കും. 74.90, ഓൾമോസ്റ്റ് 75 ഉണ്ട് RSI. അതുപോലെ തന്നെ നല്ല വോളിയം ഉണ്ട്. ആൻഡ് ക്യാൻഡിൽ ഫോർമേഷൻ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ ഒബ്സർവ് ചെയ്യാം. 5 മിനിറ്റ്സിൽ നമുക്കൊരു ബുള്ളിഷ് മൂവിനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ 3 മിനിറ്റ്സ് ഒബ്സർവ് ചെയ്യാം. 3 മിനിറ്റ് ഒബ്സർവ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ IRCTCയിൽ ഞാനിന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ അത് പലതവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതൊരു ഏരിയയാണ്. സോ ഇതിലെ ഒരു ക്രോസിങ് വരികയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ഒബ്സർവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റഡി കറക്റ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് IRCTC. പ്ലീസ് ഡു കീപ്പ് ഇറ്റ് ഇൻ ദ വാച്ച് ലിസ്റ്റ് ആൻഡ് ഒബ്സർവ്. ഇത് റെക്കമെൻഡേഷൻ അല്ല, ഇത് ജസ്റ്റ് ഫോർ ദ സ്റ്റഡി പർപ്പസ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് എന്ന് എല്ലാവർക്കും ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.